2 ദിവസമായിട്ട് നല്ല മഴയാണ്. മഴ നന്നായി പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് കറങ്ങാൻ പോവും. അത് സ്ഥിരം പതിവാണ്. മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന ചെറിയ തോടുകളും വഴികളും കടലും പുഴകളും അങ്ങനെ ചുറ്റുവട്ടത്തിലെല്ലാം കണ്ട് ചെറിയൊരു യാത്ര. പണ്ട് കാലത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ബീച്ചിലേക്ക് ആരും വരില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്തും നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് ഈ ഓഹോ ബീച്ചിലൊക്കെ നിറയെ ആൾക്കാരാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ഈ മഴയും ആ ഒരു വൈബും ഒക്കെ ആസ്വദിക്കാനായിട്ട് കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരുന്ന തമിഴ്നാട്ടുകാരാണ് അധികവും. എനിക്കും അമ്മയ്ക്ക് ദീപുനും ഞങ്ങൾക്ക് 3 പേർക്കും ഓഹോ ബീച്ച് അത്ര താല്പര്യമില്ല. ഒന്നുകിൽ സ്നേഹതീരം, അതല്ലാന്നുണ്ടെങ്കിൽ വാടനപ്പള്ളി ബീച്ച്. അവിടേക്കാണ് ഞങ്ങൾ സ്ഥിരം പോകാറുള്ളത്. മാത്രമല്ല വാടനപ്പള്ളി ബീച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ഇനി ഇതൊക്കെ പോരാണ്ട് വാടനപ്പള്ളി ബീച്ചിലാണെങ്കിൽ പഴയ ഷോപ്പുകളൊക്കെ റിനോവേറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ ഷോപ്പുകൾ വരുന്നുണ്ട്, പുതിയ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഏതാണ്ട് ഈ ചെറായി ബീച്ചൊക്കെ പണ്ടുണ്ടായിരുന്ന പോലെ നല്ല രീതിക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഈ കാണുന്ന ഇച്ചാക്കൻസിൻ്റെ റെസ്റ്റോറൻ്റൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള അതൊക്കെ ഇപ്പോൾ റിനോവേഷൻ കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ ആയിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളതേ ഇവിടെ നല്ല കള്ളപ്പവും പിന്നെ പാൽപ്പുട്ടൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാതെ വിചാരിച്ചിട്ടാണ്. ഇൻസ്റ്റഗ്രാം റീല് കണ്ട് കൊതിമൂത്തിട്ടേ ഞാനും ദീപും ഒരു തവണ ഇവിടെ വന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനായിട്ട് വരുന്നത് ഇതാദ്യമായിട്ടാണ്. ബായ്. അല്ല, ഇന്ന് അപ്പം ഹൗസ് തുറന്നിട്ടില്ലല്ലോ. അപ്പം ഹൗസ് തുറന്നിട്ടില്ല, കുറച്ച് തുറക്കും. മഴ തുടങ്ങി പിന്നെ കടപ്പുറത്തുള്ള പല കടകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ കച്ചവടം വളരെ കുറവാണ്. അതുകൊണ്ടാണോന്ന് അറിയില്ല ഇന്നിപ്പോൾ അപ്പം ഹൗസ് ഓപ്പൺ അല്ല. സാരില്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻ നോക്കാമല്ലോ. അതിനു മുമ്പ് കുറച്ച് നേരം ഈ കടലൊന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങൾ പറഞ്ഞ അപ്പം ഹൗസ്. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കി തുറക്കുമെന്ന് അറിയാനേ, പക്ഷെ തുറന്നില്ല. നിന്റെ പിന്നെ അലവരണ്ട് മുമ്പ് ഇവിടെ ലവ് ഷോർ എന്ന് പറഞ്ഞിട്ടൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്, പക്ഷെ അത് റിനോവേറ്റ് ചെയ്യുമ്പോൾ അവർ പേര് കടൽമുറ്റെന്നാക്കിയിട്ട് കുറച്ചുകൂടെ ഫുഡ് ഔട്ട്ലെറ്റ്സ് ഒക്കെ തുടങ്ങി. അപ്പോൾ മൊത്തത്തിലൊരു കംപ്ലീറ്റ് ഫാമിലി ഫുഡ് കോർട്ടായിട്ട് മാറി എന്ന് പറയാം. നല്ല ചൂടുണ്ടല്ലേ. അങ്ങനെ ചായ കഴിഞ്ഞു. നമ്മൾ ഈ ആഗ്രഹിച്ചത് കിട്ടാണ്ടാവുമ്പേ ആക്രാന്തം കൂടാന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണെന്ന് ഞങ്ങൾ. അതുകൊണ്ട് കുറച്ചധികം ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം 1 by 1 ആയിട്ട് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാം. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് കപ്പ താളിച്ചതാണ്. ഞങ്ങളിതിനെ കൊള്ളി കുത്തിക്കാച്ചി എന്നാ പറയാ. എങ്ങനെയുണ്ടമ്മ? നിങ്ങളെ ഫ്രൈഡ് റൈസ് എത്തി. അവിടെ അപ്പുറത്ത്. ആദ്യമായിട്ടാണ് ഈ കപ്പയും ഫ്രൈഡ് റൈസും കൂടി ഒരാൾ കഴിക്കണത് ഞാൻ കാണുന്നത്. മതി, ഞമ്മ കഴിച്ചിട്ടിട്ടാൽ മതി അമ്മ.
നല്ല ചൂടുണ്ടല്ലേ, ആവി. നല്ല ഫ്രൈഡ് റൈസ് അല്ലേ? നല്ല ഫ്രൈഡ് റൈസാ, അടിപൊളി. ഇല്ല, നല്ല കൊത്തുമുളക് ഇട്ട് സൂപ്പറായിട്ട്. എങ്ങനെ കപ്പയും ഫ്രൈഡ് റൈസ് അമ്മ? നല്ല അടിപൊളിയുണ്ട്. കപ്പയും ഫ്രൈഡ് റൈസും ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം അല്ലേ ദീപേ? ഒരു സൂപ്പർ കോമ്പിനേഷൻ ഉണ്ട്, ഒരു രക്ഷയില്ല. അല്ലേ? അമ്മ പിന്നെ വിളമ്പിച്ചിട്ടുണ്ട്. കുറച്ച് കൂന്തൽ ട്രൈ ചെയ്യട്ടെ. കൂന്തളം കൂടെ ടേസ്റ്റ് ചെയ്തതും കൈയെടുത്ത് തലയെ വെച്ച് പോയി. ഒരു ജാതി ടേസ്റ്റ്. അടിപൊളി. വേറെ ലെവൽ ഐറ്റംസ് ആയിട്ട് ഇടാം. നമ്മളെന്ത് എത്ര ദിവസമായിട്ട് ഇത് വരാഞ്ഞല്ലേ? ഇപ്പോൾ ഈ കൂന്തലൊന്ന് ട്രൈ ചെയ്തേക്ക്. ഇന്നത്തെ ഫുഡ് അടി എന്ന് പറയണത് കംപ്ലീറ്റ് റോ ആയിട്ടുള്ള ഫുഡ് അടിയാണ്. അതിനെ നരേറ്റ് ചെയ്ത് പൊലിപ്പിക്കാനൊന്നും നിൽക്കില്ല. ഈ കുറച്ച് പ്രോൺസ്, എൻ്റെ ഒന്നേ സൂപ്പറാണ്. ഓരോന്നും കഴിയുമ്പോൾ ചെമ്മീൻ ചെമ്മീനാണ് കൂന്തലാണ് ഇഷ്ടമായത്. ഈ കണ്ണാണോ ഇഷ്ടം? നല്ല ടേസ്റ്റ് അല്ല. കപ്പയും ഫ്രൈഡ് റൈസ് ഒരു ലെവല് ചാതി സാധനം അല്ലേ? ഇതുപോലെ നമുക്കൊരു ദിവസം ഉണ്ടാക്കാം. ഞണ്ട് വരാണ്ട്. ഇതിലേക്ക് കപ്പ, കുറച്ച് കൂന്തൾ, കുറച്ച് ചെമ്മീൻ എല്ലാം കൂടി ഒരു പിടി. ഇത് ദീപന് കേട്ടോ. അമ്മാണ്ട വളരെ ശാന്തവും സൈലൻ്റായി. മറുപടി പറഞ്ഞല്ലോ ഫ്രൈഡ് റൈസും കപ്പയും. ഓ ചെമ്മീനൊക്കെ അടിപൊളി ചെമ്മീനല്ലേ? ഐറ്റംസിന് ഓർഡർ ചെയ്യേണ്ടി വരും. പൊട്ടിക്കില്ല, ഞാനൊന്നും എടുത്തില്ല. ഒന്ന് പൊട്ടിച്ചേ. അപ്പം വേണമെങ്കിൽ വീണ്ടും പറയാം ദീപ. രണ്ട് പൊറോട്ട, കുറച്ച് ചെമ്മീൻ കൂന്തൽ കിട്ടാം. പകുതി ഇട്ടാൽ മതി, പകുതി കൂന്തൽ. ഓക്കെ, പകുതി മതി. കുറച്ച് നിൽക്കട്ടെ. ഓക്കെ, റാപ്പ് ചെയ്യാം. പൊറോട്ടയും കൂന്തലും എല്ലാം കൂടി ഇങ്ങനെ ചോറ് കുഴക്കാൻ വേണ്ടി കുഴക്കണം. ഇതിങ്ങനെ കുഴക്കണേക്കാൾ ഭേദം പിച്ചി ചീന്തിട്ടുള്ളതായിരുന്നു. എന്തെന്നായാലും കൊത്തു പൊറോട്ട ആക്കാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതങ്ങോട്ട് സഫലീകരിച്ചു. ഞാൻ എന്ത് കാണിക്കണോ അതുപോലെ കാണിക്കാന്നുള്ളതാണ് ദീപുവിൻ്റെ പരിപാടി. അപ്പോൾ അതിൻ്റെ കൂലിയായിട്ട് കുറച്ച് കൂന്തൽ ഞാനങ്ങോട്ട് എടുത്തു. അത് അവൾക്ക് അത്രയും കൂടി ഇഷ്ടമായില്ല, എന്നാലും എടുത്തു.
ചെമ്പി കിട്ടും. വേർത്തു. ദീപക്ക് അത് രണ്ടും ഇഷ്ടമായില്ലേ? നന്നായിട്ട് വേണ്ടി പക്ഷെ കപ്പയാണ് കിട്ടില്ല കോമ്പിനേഷൻ അല്ലേ? പൊറോട്ടനേക്കാളും വേറെ ലെവലായി. അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? ഷുവർ? ഒരു തരി പോലും വിശപ്പില്ല? ചായ വേണോ? ഒന്നും വേണ്ടല്ലേ? കാപ്പിയാ? ഒരു കാപ്പിയാ? അങ്ങനെ കപ്പയും ഫ്രൈഡ് റൈസും കൂന്തലും പ്രോൺസൊക്കെ കഴിയുമ്പോഴേക്കും ആവി പറക്കണ നല്ല പുട്ടെത്തി. തൊട്ട് പുറകെ നമ്മുടെ സ്റ്റാർ ആയിട്ടുള്ള ഞണ്ട് മസാല. അയ്യോ കൊള്ളാലേ? എടുത്തോ. പകുതി പുട്ട് ഇല്ലേ? ബാക്കിയുള്ള മിഡ് പീസ് എടുത്തോ. ഓ എൻ്റെ കലക്കന പുട്ടും ഞണ്ടിൻ്റെ മസാല. പപ്പടം വേണോ ദീപേ? ചേച്ചി പപ്പടം എന്താണെന്ന് വെച്ചാൽ ചോദിക്കുമോ? ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഉണ്ടല്ലേ? കൊള്ളാം അല്ലേ? അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള നല്ലൊരു സീ ഫുഡ് ഡിന്നർ ഇന്ന് നേരത്തെ തന്നെ കഴിച്ചു തീർത്തു. ഇനി കുറച്ച് നേരം ഈ ബീച്ചിലിരുന്ന് തണുത്ത കാറ്റും ഓരോ കാപ്പി കൂടി ആസ്വദിക്കണം. ദീപുവിന് ഒരു ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സിന് വെച്ച് എത്ര 20 രൂപ. ഇതാ ഇതൊരു സ്കൈ അടിപൊളിയുണ്ടല്ലേ? അല്ല കാപ്പി കണ്ടമ്മ കടുപ്പം കൂടുതലുണ്ടോ? ഒരു ദുർബല നിമിഷത്തിൽ ദീപുവിൻ്റെ ഐസ്ക്രീം ഞാൻ ടേസ്റ്റ് ചെയ്തു പോയി. ഒരു വല്ലാത്ത ജാതി ടേസ്റ്റ് തന്നെ. ഒരു സിറപ്പിൻ്റെ ടേസ്റ്റ് ഇല്ല, ചെറുതായിട്ട് സ്ട്രോബെറിയാണ്. കുഴപ്പമില്ല. ഞാൻ കാപ്പിയിലേക്ക് മടങ്ങിക്കോളാം. ഏകദേശം ഇരുട്ടാവാറായപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കടൽ നല്ല രൗദ്രഭാവത്തിൽ അങ്ങനെ ആർത്തലയ്ക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു, പിന്നെ ചെറിയ ബ്ലോക്കും ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം മഴയൊക്കെ ആസ്വദിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് ആഘോഷിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.